ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ പോളോ പെട്രോളാണ്. കംപ്ലയിൻറ്റ് ഫ്രണ്ട് റൈറ്റ് സൈഡ്, അതായത് ഡോറിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, വൈൻഡർ താവുന്നില്ല, ഗ്ലാസ് താവുന്നില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്, അത് താവുന്നില്ല. നമ്മൾ അഴിച്ചു, ഡോപ്പേഡും കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കി മോട്ടറിലേക്ക് കറണ്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ കറണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, എർത്തും പ്ലസും കാര്യങ്ങളും മാറി വരുന്നുണ്ട്. ജസ്റ്റ് മോട്ടറിന് തട്ടിക്കൊടുത്തു. സാധാരണ ചില മോട്ടറിന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ തട്ടിക്കൊടുത്തപ്പോൾ മോട്ടറും കാര്യങ്ങളും വർക്ക് ആവുന്നില്ല. നേരെ നമ്മൾ മോട്ടർ അഴിച്ചിട്ടോ, മോട്ടർ അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് അഴിക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ സെപ്പറേറ്റ് മോട്ടർ അഴിക്കാൻ പറ്റും. അങ്ങനെ മോട്ടർ അഴിച്ച് ജസ്റ്റ് പുറത്ത് വെച്ചിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കിയ സമയത്ത് വർക്കായി. അപ്പോൾ നേരെ പിന്നെ ഒന്നും കൂടി കയറ്റി വെച്ച് ചെക്ക് ചെയ്ത സമയത്ത് ഫസ്റ്റ് ചെറിയൊരു സൗണ്ട് കിട്ടും. ഗ്ലാസ് താവണില്ല, ജസ്റ്റ് ഫസ്റ്റ് സൗണ്ട് കേട്ടു മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ അഴിച്ച് ചെക്ക് ചെയ്തു, പുറത്ത് വെച്ച് വർക്കാവുണ്ട്. അപ്പോൾ എന്തായാലും മോട്ടറിൻ്റെ ലോഡ് എടുക്കുന്നില്ല, അതായത് ഗ്ലാസ് വെച്ച് അല്ലാതെ ലോഡ് മോട്ടർ എടുക്കുന്നില്ല. നേരെ നമ്മൾ മോട്ടർ അഴിച്ചു നോക്കട്ടോ. അതിൻ്റെ ചിലപ്പോൾ ബ്രഷ് തീർന്നായിരിക്കും, ബ്രഷിന് ചെറിയൊരു പോയിന്റ് കിട്ടുന്നുണ്ടായിരിക്കും. പുറത്ത് വെച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വർക്കാവണം, ലോഡ് എടുക്കുന്ന സമയത്ത് വർക്കാവില്ല. അപ്പോൾ ഏതെങ്കിലും മോട്ടർ അഴിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കിട്ടോ, അപ്പോൾ എന്താ അതിൻ്റെ ഉള്ളിലെന്ന്. അപ്പോൾ ഇനി ഇത് തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത് കണ്ടോ, ഒരു 4 ഫ്ലവറിൻ്റെ സ്ക്രൂ ഉണ്ടായിരിക്കും. ആ സ്ക്രൂ വെച്ച് നമുക്ക് ഇത് ഭാഗം തുറക്കട്ടോ, ബ്രഷും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഈ സൈഡത്തെ സ്ക്രൂ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സോക്കറ്റ് ഉണ്ടല്ലോ, ഈ സോക്കറ്റ് ഒന്ന് ജസ്റ്റ് മാറ്റിയേക്കണം. ഇതിനകത്തേക്കാണ് വയറിങ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് തോണ്ടി കൊടുത്തിട്ട് ഈ 2 സൈഡ് ക്ലിപ്പിന്ന് ജസ്റ്റ് വൈഡായി കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ പൊക്കി എടുക്കട്ടോ. അപ്പോൾ അഴിച്ച് വെച്ചുള്ളതാണ്, ഇതിങ്ങനെ പൊക്കി മാറ്റിയേക്കാം. അപ്പോൾ സ്ക്രൂ നമുക്ക് അഴിക്കാൻ പറ്റും, അല്ലാതെ ഈ സ്ക്രൂ ഇവിടെ തടയും. അതുകൊണ്ടാണ് ഇത് അഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഈ 4 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എല്ലാ ബ്രഷും കാര്യങ്ങളും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, അഴിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഈ സ്ക്രൂകളൊക്കെ ഞാൻ ലൂസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം ജസ്റ്റ് ഇനി കൈ കൊണ്ട് അയക്കാൻ പറ്റുള്ളൂ. ഫ്ലവറിൻ്റെ സ്ക്രൂ ആണ്, 4 സ്ക്രൂ അയക്കുക. നാല് സ്ക്രൂ അയച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പതിയെ ജസ്റ്റ് അങ്ങനെ പൊക്കി കൊടുത്തായിട്ടോ. ഇതിൻ്റെ റാഡ്, ഈ സാധനം ചക്രം കറക്കാമല്ലോ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിലേക്ക് ടീത്തുണ്ടായിരിക്കും, അതിങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ഭാഗങ്ങൾ അയച്ചും. ഇതാണ് ഇതിൻ്റെ ബ്രഷ്, ഇതാണ് ഇതിൻ്റെ ബ്രഷ്. ഈ ബ്രഷ് ഇതിൽ ഈ ബ്രഷ് തേയ്മാനം വന്നിട്ടുണ്ട്, നല്ലപോലെ തേയ്മാനം വന്നിട്ടുണ്ട്. അതിലേക്ക് കറക്റ്റായിട്ട് കേട്ടോ ഇരിക്കുന്നില്ല, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ തട്ടുന്നുള്ളൂ. അതാണ് ആ ലോഡ് എടുക്കാത്തത്. പുറത്ത് വെച്ച് വർക്കാവും, പക്ഷേ മൈൻഡിലേക്ക് കയറ്റി കഴിഞ്ഞാൽ വർക്കാവില്ല. കേട്ടോ, ബ്രഷ് ഫുള്ളായിട്ട് തട്ടുന്നില്ല. ഇത് ഏകദേശം തട്ടുണ്ട്, പക്ഷേ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ അത് തട്ടുന്നില്ല. നമുക്ക് ഈ ഇത് ഊരാട്ടോ, ഈ ബ്രഷിൻ്റെ ഹോൾട്ട് ഊരാട്ടോ. ഇതാട്ടോ, ഇതിങ്ങനെയുണ്ടോ. ഒന്നെങ്കിൽ നമുക്കിത് മോട്ടറായിട്ട് മാറ്റാം, അല്ലാതെ ഈ സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം മാറിയാൻ പറ്റും. ഈ മോട്ടർ ഫുള്ളായിട്ട് മാറേണ്ട ആവശ്യമില്ല. മോട്ടറിന് നല്ല റേറ്റ് വരുന്നുണ്ട്, ഹോൾസാൻ ആയതുകൊണ്ട് നല്ല റേറ്റ് വരും. ഇത് കിട്ടുമെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ കിട്ടിയില്ല. നിങ്ങൾക്ക് ഇനി അറിയുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേ ഈ വോൾസ്വാഗൻ്റെ അതിൻ്റെ മോട്ടറിൻ്റെ ബ്രഷ് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ, എവിടെ കിട്ടുമെന്ന്. അപ്പോൾ നമ്മളിപ്പോൾ വേറെ മോട്ടർ പുതിയ എടുക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഈ ബ്രഷ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതാണ് കേട്ടോ. ജസ്റ്റ് ബ്രഷ് കുറച്ചും കൂടി കൂടുതലുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ മാറ്റുന്നതിന് മുന്നേ ഇങ്ങനെ അഴിച്ച് നോക്കിയിട്ട് ബ്രഷിൻ്റെ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് ഫുള്ള് പുതിയ മാറ്റിയാൽ മതി കേട്ടോ. ഇപ്പം എല്ലാം ഇതുപോലെ ബ്രഷ് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബ്രഷ് മാറ്റി കൊടുത്താൽ മതി. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ വൈഡാക്കി നേരെ വെച്ച് കൊടുക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ബോട്ടും കാര്യങ്ങളും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.